ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് ഉണ്ണീരെ സ്കൂളിലേക്ക് ഞാൻ പോകുകയാണ്. അവിടെ അസംബ്ലി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അസംബ്ലിയിൽ ഉണ്ണി ഹക്ക പെർഫോം ചെയ്യുന്നുണ്ട്. ഹക്ക എന്ന് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് ട്രഡീഷണൽ മാവോറി വാർ ഡാൻസ് എന്നാണ് പറയുക. വാർ ഡാൻസ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ പെർഫോമൻസാണ് ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ ആൾക്കാരില്ലേ, വെള്ളക്കാരൊക്കെ അവിടെ വന്ന് കുടിയേറി വന്നതല്ലേ. അപ്പം അതിന് മുമ്പ് ഇവിടെ ഈ രാജ്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാവോറികളെ സ്ഥലമായിരുന്നു. അപ്പോൾ അവരെ കാലങ്ങളിലുള്ള ആ ഒരു ട്രഡീഷണൽ പെർഫോമൻസാണ് ഈ ഹക്ക വാർ ഡാൻസ്. നമ്മൾ പല ടൂർണമെൻറ്റ് ഇതിന് ഒരു ചാലഞ്ചിങ് പോലെയാണ്. അതൊരു ന്യൂസിലാൻഡ് പാർലമെൻറ്റിൽ ഒരു പെണ്ണ് ഹക്ക ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അത് പ്രതിഷേധം എന്നുള്ള പോലെയൊക്കെ അങ്ങനെ ഇതിനൊക്കെ യൂസ് ചെയ്യും ഹക്ക. നമ്മളുണ്ണി ഹക്ക ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് മെയിൻ എൻട്രൻസ് ആണ്. ഞാൻ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. അത് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യണമെന്ന് വയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവരെ ഓഡിറ്റോറിയം എന്നുള്ള പോലെ ഇത് ആക്ച്വലി ഇൻഡോർ ബാസ്കറ്റ് ബോള് പോലെയുണ്ട്. പക്ഷെ അവിടെ ആരും കളിക്കണമൊന്നും കണ്ടിട്ടില്ല. ഒരു മെയിൻ എല്ലാ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഞാനിന്ന് കുറച്ച് നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അസംബ്ലിക്ക് വന്നപ്പോൾ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ വന്നു നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നും കാണാനില്ല. ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ഈ സൈഡിൽ കാണുന്ന കുട്ടികളെന്ന് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പസഫിക്ക ഡാൻസ് പെർഫോം ചെയ്യാനാണ്. പിന്നെ ഇടത്തെ സൈഡിൽ ഒരു ഗ്രൂപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. അവരാണ് ഹക്ക പെർഫോം ചെയ്യണത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മളെ ഉണ്ണിയുണ്ട്. അവൻ ആ പെൺകുട്ടികളുടെ ബാക്കിലാണ്. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോ ക്ലാസ്സിൽ നിന്ന് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. കുട്ടികളെല്ലാവരും വന്നിട്ട് നിലത്താണ് ഇരിക്കുക. ഇവിടെ പിന്നെ അങ്ങനെയാണ്, ക്ലാസ്സിൽ ബെഞ്ചും ചെയറും എല്ലാതും ഉണ്ട്. അതും ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുറേ നേരം നിലത്തിരുന്നിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുക ഓരോ ടീച്ചേഴ്സൊക്കെ. അതൊക്കെ ഭയങ്കര സിസ്റ്റമാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നും പിള്ളേർ നിലത്തിരുന്ന് പഠിക്കണത്. Welcome everybody to our school assembly. We are your hosts for today. We have an exciting line-up of performances for you all today. Please stand quietly for our national anthem and happy heart. ആ ഗിറ്റാർ പിടിച്ചിരിക്കുന്ന ലേഡിയാണ് ഇവരെ ഹക്ക പഠിപ്പിക്കുന്ന ടീച്ചർ. അപ്പോൾ അവരിപ്പോൾ പാടണ പാട്ടെന്ന് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാവോറി ലാംഗ്വേജാണത്.
ഇത് വേറെ അടുത്ത ഒരു പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാട്ട് കഴിഞ്ഞ ഉടനടി തന്നെ ഇവർ ഹക്ക ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബോയ്സ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണീനെ അതിൻ്റെ ഇടയിൽ കാണാം. ആ രണ്ടാമത്തെ റോളുണ്ട്. പെർഫോം ചെയ്ത കുട്ടികൾ പിന്നെ സൈഡിലേക്ക് ചെന്നിരിക്കുകയാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പസഫിക്ക ഡാൻസാണ് ഈ പിള്ളേരെ. ഇവരാദ്യം നിലത്തിരുന്നിട്ട് ക്ലാപ്പൊക്കെ ചെയ്തിട്ടാണ് ഓരോ ആക്ഷൻസ് കാണിച്ചിട്ടാണ് ഇവരത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
ഇവൻ പഠിക്കണമെന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിലാണ്. ന്യൂസിലാൻഡിലെ സ്കൂളിൽ നിന്നൊക്കെ വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി, ഇൻ്റർമീഡിയറ്റ്, പിന്നെ ഹൈസ്കൂൾ, ഇതൊക്കെ ഗവൺമെൻറ് അഫിലിയേറ്റഡ് സ്കൂളുകളാണ്. ഇവിടെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, പക്ഷെ അവിടെ ഒന്നും നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെയൊക്കെ. ഒരു വർഷം ഇവൻ്റെ ഫീസ് വരുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 300 350 അങ്ങനെയാണ്. അതായത് നാട്ടിലത്തെ 15,000 രൂപ ഒരു വർഷത്തിന്. ഭയങ്കര കാര്യമാണ്. പഠിപ്പിൻ്റെ കാര്യത്തിലൊന്നും വലിയ ചിലവില്ല അവിടെ. അപ്പം അങ്ങനെ എല്ലാ സ്കൂളുകളും ഗവൺമെൻറ് അഫിലിയേറ്റഡ് സ്കൂളാണ്. ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ സ്കൂളിൻ്റെ സിസ്റ്റം എന്നൊക്കെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടേമുകളാണ് ഇവർക്ക്. ഓരോ ടേമെന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസമാണ് ഇവർക്ക് പഠിപ്പ്. അപ്പോൾ ഒരു ടേമിൽ 3 മാസം, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം. അപ്പോൾ ഓരോ ടേം കഴിയുമ്പോഴും 2 ആഴ്ച ബ്രേക്കാണ്. അപ്പോൾ ഇപ്പോൾ ടേം 4 ആണ്. അത് മിഡ് ഒക്ടോബർ തൊട്ടിട്ട് മിഡ് ഡിസംബർ വരെയാണ് അവരുടെ ടൈം. അപ്പം അത് കഴിഞ്ഞാൽ സമ്മർ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യും ഒരു 6 ആഴ്ചയ്ക്കുള്ള. പിന്നെ ടേം 1 അത് ജനുവരി അവസാനം ഫെബ്രുവരി ഫസ്റ്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ടൈമിലാണ് കുട്ടികൾ പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോ വർഷത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിലാണ് കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുക. അതാണ് വേറൊരു ഹൈലൈറ്റ്. ക്ലാസ് സാധാരണ 3 മണി വരെയുള്ള, രാവിലെ 8:55 തുടങ്ങി കഴിഞ്ഞാൽ 3 മണി വരെ. അപ്പോൾ ഈ അസംബ്ലി 11:30 അങ്ങോട്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഇവരെ സ്കൂളിലത്തെ പ്രിൻസിപ്പൾ. അവർ ഈ ടേമിൽ ഓരോ കുട്ടികൾക്കും ഓരോ അവാർഡുകൾ അവർ കൊടുക്കും. നല്ല ഓരോ ക്ലാസ്സിൽ നല്ലതിൽ പല ആക്ടിവിറ്റീസും കാര്യങ്ങളും, അങ്ങനെ ഓവറോൾ സ്കോറിങ്ങും അതൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരു അസംബ്ലിക്ക് വന്നപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ലെന്ന്. അത് ആ ടൈമിൽ നമ്മൾ ഉണ്ണിക്ക് അവാർഡും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല. അതുപോലെ അങ്ങനെ പല കുട്ടികൾക്കും അവർ ഓരോ ടേമിൽ നല്ല കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർ കൊടുക്കും, പല പല ക്ലാസ്സിൽ നിന്നുള്ളവരൊക്കെ. അങ്ങനെ ഇപ്രാവശ്യം ഇത്രയും പിള്ളേർക്ക് അവാർഡ് കിട്ടി. പിള്ളേർക്കൊക്കെ പഠിക്കാനൊന്നും ഇവിടെ തീരില്ല, ഒക്കെ നല്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും ഇവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അങ്ങനത്തെ മോഡ് ഓഫ് സ്റ്റഡിയാണത്. ബാഗിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് ചോറ്, ആ ബ്രേക്കിനുള്ള സാധനങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പുസ്തകമൊന്നുമില്ല. പുസ്തകമൊക്കെ ക്ലാസ്സിൽ വെക്കണം. ഓരോ ടേം കഴിയുമ്പോഴാണ് നമ്മൾ ആ പുസ്തകം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അവർ പഠിച്ചെന്നുള്ളപ്പോൾ. അപ്പോൾ ആഴ്ചയിൽ ക്ലാസ്സിൽ നിന്ന് അവർ മെയിലയക്കും, ഈ ആഴ്ച ഇന്നതാ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡിവിഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ സബ്ട്രാക്ഷൻ, ഇങ്ങനെ മെയിലയക്കും. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ അതിൽ തന്നെ ഏത് വിധത്തിലാണ് പഠിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. Noah is an absolute pleasure to have in room 17. Trustworthy, honest, determined and kind, he always strives to do his best in all areas.
Noah is a പിന്നെ ലഞ്ച് ടൈമിനൊക്കെ ക്ലാസ്സിലിരുന്നിട്ടാരും ഭക്ഷണം കഴിക്കാൻ പാടില്ല. എല്ലാവരും ക്ലാസ്സിന് പുറത്ത് വന്നിട്ട് അവിടെ മുറ്റത്ത് നിലത്തിരുന്നിട്ടാണ് കഴിക്കുക. വെറൈറ്റിയാണ്. പിന്നെ ഇവൻ്റെ സ്കൂളിൽ യൂണിഫോമും കാര്യങ്ങളൊന്നുമില്ല, കളർ ഡ്രസ്സാണ്. മറ്റുള്ള പ്രൈമറി സ്കൂളിലൊക്കെ യൂണിഫോം ഉണ്ട്, ഈ സ്കൂളിൽ ഇതില്ല. my darlings, and let's give all these people one final round of applause. ഞാനിവിടെ ന്യൂസിലാൻഡ് വന്നപ്പോൾ ഹക്കാനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഭയങ്കര എനിക്ക് താല്പര്യമായിരുന്നു, എങ്ങനെയെങ്കിലും ഹക്ക ഉണ്ടാക്കണം എന്നുള്ള പോലെ. അപ്പം എങ്ങനെയോ അത് പറയാണ്ട് തന്നെ അവൻ ഹക്ക ടീമിൽ കയറാൻ പറ്റി. ഹക്ക ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വികാരമാണ്. അങ്ങനെ മാവോറി ലാംഗ്വേജ് അത് വേറെ സ്ക്രിപ്റ്റും ഉണ്ട് കേട്ടോ അതിന്, മാവോറി ലാംഗ്വേജിന്. അസംബ്ലി കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ പോയി. ഞാൻ നമ്മളെ ഉണ്ണീനൊന്ന് ആദ്യം നിർത്തിയിട്ട് ഒന്ന് എടുത്തു മാത്രം. ഓക്കെ പോയിക്കോ. അപ്പോൾ ശരി കൂട്ടുകാരെ, ഈ വീഡിയോ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ന്യൂസിലാൻഡിലത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണമെന്നൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കോളും അതുപോലത്തെ ഓരോ വീഡിയോസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സി യു.